നമസ്കാരം. 12 വർഷത്തിനു ശേഷം വ്യാഴവും ചന്ദ്രനും കൂടിച്ചേരുന്നതിനാൽ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഗജകേസരി യോഗം സംഭവിക്കുന്ന കുറച്ചു നക്ഷത്രജാതകർ. ഇതുവരെ ഇവർ അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. വേദജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പരാമർശിക്കുന്നു. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. അപ്പോൾ നക്ഷത്രങ്ങളിലും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മെയ് 1 വ്യാഴം ശുക്രന്റെ രാശിയായ ടോറസിൽ പ്രവേശിച്ചു. വ്യാഴം ഈ രാശിയിലായിരുന്നു. മെയ് 8 ചന്ദ്രനും ഈ രാശിയിലേക്ക് പ്രവേശിച്ചു. ഇത് ഈ നക്ഷത്രജാതകർക്ക് ഐശ്വര്യം വിതച്ചു. ഇവർ എന്തെടുത്താലും വിജയിക്കുന്ന ഒരവസ്ഥ. ഈ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗം പിറന്നിരിക്കുന്നു. ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, എല്ലാ അഭിവൃദ്ധിയും ധാരാളം വന്നു ചേരുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ഇവർ ഏത് കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടും. ഇവർ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഇവർ സാധിച്ചെടുക്കും. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. ഇവർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, ഐശ്വര്യമാണ്. ഇവരിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. അതുകൊണ്ട് തന്നെ തൊടുന്നതെല്ലാം പൊന്നാകുവാൻ ഇവർക്ക് സാധിക്കും. 12 വർഷത്തിനു ശേഷവും വ്യാഴവും ചന്ദ്രനും കൂടിച്ചേർന്നതിനാൽ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ മകയിരവും തിരുവാതിരയും പുണർത്തവുമാണ്. ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം. ജീവിതത്തിൽ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മാത്രം അറിയാം. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് ഇവരിൽ അധികവും. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലുള്ള വിഷമതകളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയുവാൻ വെമ്പൽ കൊള്ളുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയും. മിഥുനൻ രാശിക്കാർക്ക് ഉയർച്ച വന്നു ചേരും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്കിനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. മിഥുനക്കൂറിലെ മകീരം, തിരുവാതിര, പുണർതം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. കഷ്ടതകളൊക്കെ നീങ്ങുന്നു. 12 വർഷത്തിനു ശേഷം വ്യാഴവും ചന്ദ്രനും കൂടിച്ചേർന്നതിനാൽ ഇവർക്കിനി തൊടുന്നതെല്ലാം പൊന്നാകും. വേദജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പരാമർശിക്കുമ്പോൾ ഇത് പ്രത്യേകം പറയുന്നു. ചില ഗോചരഫലങ്ങൾ എപ്പോൾ ആരംഭിക്കുന്നുവോ അവിടെ നിന്നും ഒരു ഉയർച്ചയാണ്. ഇവിടെ സംഭവിക്കുന്നത് മിഥുനൻ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ്. ഇവർ എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തും. അടുത്ത നക്ഷത്രജാതകർ മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറുന്ന സമയം. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം. എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ അതിലും അധികം നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. ആശിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും.
ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തൻ്റെ ദുഃഖങ്ങൾ പലതും ഈശ്വര നിശ്ചയം എന്ന് കരുതി സമാധാനിക്കുന്നവരാണ് ഇവർ. അഹങ്കാരം എന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും ഇക്കൂട്ടർ പാവങ്ങൾ തന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനി ഇവർക്ക് സാധിക്കും. ഭാഗ്യമുണ്ടാകാൻ ലോട്ടറിയിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വല്ലപ്പോഴുമെങ്കിലും ഒരു ലോട്ടറിയൊക്കെ എടുക്കുക. ഈ നക്ഷത്രജാതകർ സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. ഇവർ ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് മുരുകക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. സമ്പത്ത് വർദ്ധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും. ഗജകേസരി യോഗം എന്ന് എടുത്തു തന്നെ പറയണം. ഇവർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്നതിനോടൊപ്പം ആഗ്രഹിക്കുന്ന കാര്യം അതെന്തു തന്നെയാണെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദുഃഖങ്ങൾ വരുമ്പോൾ ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിവരുടെ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഇവരിൽ ചൊരിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. ഇവർക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇവർ നേടിയെടുക്കും. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് സാധിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത്. അടുത്ത നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരക്കൂറുകാർ. ഇവർക്കും ഭാഗ്യമാണ്. കാലങ്ങളായി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഇവർക്ക് സമാധാനത്തിൻ്റെ കാലമാണ്. ഇവർ ആഗ്രഹിച്ച രീതിയിൽ വലിയ ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ അസുഖങ്ങളൊക്കെ മാറും. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവരുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകലും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും, ഉറപ്പാണ്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും, ഉറപ്പാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ഇവർക്ക് 2024 ഒരു ലോട്ടറി ഭാഗ്യം, ഒരു ചെറിയ തുകയെങ്കിലും ഒരു ലോട്ടറിയിലൂടെ ഭാഗ്യാനുഭവം വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കാണുന്നുണ്ട്. ഇവർ രക്ഷപ്പെടും. ഇവർക്ക് ധനപരമായിട്ട് ഒരുപാട് നേട്ടമാണ്. ഈ പറഞ്ഞ 9 നക്ഷത്രജാതകരും എല്ലാ മാസവും കൃത്യമായി അവരുടെ ജന്മനാൾ ദിവസം, അതായത് ഇവരുടെ നാൾ വരുന്ന ദിവസം ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക. അത് ഇവരെ വലിയ നിലയിൽ ഇവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇവർ നവഗ്രഹ പൂജ നടത്തുക. അതൊക്കെ ഇവരിൽ ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും. ഇവർ രക്ഷപ്പെടും. ഇവർക്കിനി സമ്പത്താണ്, ഇവർക്കിനി സമാധാനമാണ്. ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. എത്രമാത്രം ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ ഇരട്ടിയായി ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നു. രോഗാരിഷ്ടതകളിൽ നിന്ന് മോചനം നേടി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയുന്നു എന്ന് വേണ്ട സകലതിലും ഇവർ വിജയിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വിജയം കണ്ടെത്തും. നിങ്ങൾക്കൊക്കെയും ഒരുപാട് ഭാഗ്യമാണ്. ഒരുപാട് നേട്ടങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരുന്നതാണ്. എല്ലാ വിജയവും എല്ലാ നേട്ടവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്, നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.